ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു മീൻകറി വയ്ക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ മീൻകറിയോ മീൻ വാങ്ങിച്ച് കഴിക്കാൻ തന്നെ എല്ലാവർക്കും പേടിയാണ് അല്ലേ? എന്നാൽ നമ്മളിന്ന് മീനില്ലാതെയാണ് ഈ മീൻകറി വയ്ക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീൻകറിക്ക് സ്വാദ് കൊടുക്കുന്ന വെളിച്ചെണ്ണയാണല്ലോ, അതുകൊണ്ടാണ് അത് ചേർത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഉലുവ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ മുറിച്ചിട്ട് ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ. അത് കഴിഞ്ഞിട്ട് ഒരു 3 കാന്താരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പച്ചമുളക് 2 എണ്ണം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കാം. അതിനുശേഷം ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. പകരം മാങ്ങയും നക്ഷത്രപ്പുളി എന്ന് പറയത്തില്ലേ, ആ പുളിയും കൂടി ചേർത്താണ് ഞാനിത് കറി വയ്ക്കുന്നത്. മാങ്ങ അതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അതുപോലെ തന്നെ നക്ഷത്രപ്പുളിയും എടുത്തു വെച്ചിട്ടുണ്ട്, ഒരെണ്ണം. അതും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങയും നക്ഷത്രപ്പുളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതാണ് കേട്ടോ നക്ഷത്രപ്പുളി എന്ന് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് മുറിച്ച് വെച്ച നക്ഷത്രപ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ലോ ടു മീഡിയം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട് മീൻകറിയിലേക്ക്. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തതാണ്, 1/2 കപ്പ് ഉണ്ടത്. അത് ചേർത്ത് കൊടുക്കാം. ഒരു മുറിയിൽ താഴെ ഉള്ളു തേങ്ങ, ഒരുപാട് തേങ്ങ വേണമെന്നില്ല. അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 1/4 ഭാഗം സവാള എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ സാധാരണ വറ്റൽമുളകും കാശ്മീരി മുളകും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. നമ്മൾ വേവാൻ വെച്ച മുരിങ്ങയ്ക്കായും നക്ഷത്രപ്പുളിയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ അരച്ച പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. മസാല ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത്ര പേസ്റ്റായിട്ടല്ലാതെ ഒരുപാട് തരിതരിപ്പോ അല്ലാതെ ഒരു മീഡിയം റേഞ്ചിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം 1 കപ്പുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറി ഒരുപാട് ലൂസായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായിട്ടോ ആവശ്യമില്ല, ഒരു ഇടത്തരം പരുവത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ചേർക്കാനുണ്ട്. കണ്ടോ, കറിയുടെ ആ കൺസിസ്റ്റൻസി കണ്ടോ, ഇത്രയും മതിയാവും. നമുക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കാം. കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ട് കൈ കൊണ്ട് ഞെരടി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേക സ്വാദാണ്. ഒരു തക്കാളിയാണിത്, അത് ചേർത്ത് കൊടുക്കാം. ഈ ഫൈനൽ തക്കാളി ചേർക്കുന്ന സമയത്ത് അത് വെന്തും വേകാതിരിക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ് തരുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തു നമ്മൾ.
എന്നിട്ട് പാത്രം ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. ഇനി തീ ലോ ടു മീഡിയം ആക്കിയിട്ട് അടപ്പിട്ട് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിപ്പോൾ തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം കറി. മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും, ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു 2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കണം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ലിഡിട്ടിട്ട് അടച്ചു കൊടുക്കാം. ഈ കറി പാത്രപാകം ആകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടച്ചു കൊടുക്കാം. പാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുറന്ന് നോക്കാം നമുക്ക്. കറി നല്ല പാകത്തിനായിട്ടുണ്ട്. ഈ മീനില്ലാത്ത അവസരത്തിൽ, നല്ല മീൻ വാങ്ങി കഴിക്കാൻ പറ്റാത്ത ഈ അവസരത്തിൽ ഈ കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുക ഉറപ്പായിട്ടും. ഇനി ഇതുപോലെ നല്ലൊരു ഐറ്റമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.